ഹലോ. നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോകാം. യു കെയിലും ഇന്ത്യയിലും ഉള്ള നേഴ്സിങ്ങിൻ്റെ അടുത്ത ഡിഫറൻസ്. നേഴ്സിംഗ് മാത്രമല്ല, ഇവിടുത്തെ പോളിസി, പ്രൊസീജിയർ, CPR, അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തരകത്തോട്ട് പോകാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഹെയർ പുട്ടപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. നമ്മുടെ തലമുടിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ പേഷ്യൻസിന് വരുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഓർണമെന്റ്സ് എല്ലാം അതുപോലെ തന്നെ കേട്ടോ. നോ ഓർണമെന്റ്സ്. പക്ഷെ വെഡ്ഡിങ് റിങ് ഇടാൻ തോന്നുന്നു. നോ നെയിൽ പോളിഷ്. അതുപോലെ തന്നെ യൂണിഫോം മസ്റ്റായിട്ട് കറക്റ്റ് കളർ കോഡാണ്. ബ്ലൂ ആണ് സാധാരണ നേഴ്സസിൻ്റെ, ഡാർക്ക് ബ്ലൂ ആണ് ഡെപ്യൂട്ടി നേഴ്സസിനും ഇൻചാർജിനും ഉള്ളത്. അങ്ങനെ നമുക്ക് മുടിയിൽ കളർ ചെയ്യാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒത്തിരി മുടി നല്ല ലോങ് ഇതാണെങ്കിൽ അഴിച്ചിടാൻ പറ്റത്തില്ല. പക്ഷെ പോണിറ്റെയിൽ കെട്ടിവെക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നിയിടാം. ഇവിടുത്തെ ആൾക്കാർ മുടിയൊക്കെ പിന്നിട്ടുകൊണ്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ 10-60-70 വയസ്സായ അമ്മച്ചിമാർ 2 ദിവസത്തേക്ക് മുടിയൊക്കെ പിന്നിട്ട് ഡ്യൂട്ടിക്ക് വരുന്നത് കാണാം. നല്ലതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു നല്ല ഭംഗി കേട്ടോ കാണാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുടി പിന്നിട്ട് നല്ല സ്ട്രെയിറ്റ് ചെയ്ത പിള്ളേരെല്ലാം നല്ല സ്ട്രെയിറ്റ് ചെയ്തിട്ടിരിക്കുന്ന മുടിയെല്ലാം കൂടെ ചൂരുട്ടി കൂട്ടി വലിച്ചു വാരി അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണം. അത് നമുക്ക് അല്ലെങ്കിൽ ഷോൾഡർ വരെയുള്ള മുടിയാണ് നമുക്ക് അഴിച്ചിടാം. അതിന് ശേഷമുള്ളതാണെങ്കിൽ ജസ്റ്റ് പോണിറ്റെയിൽ കെട്ടിവെക്കാം. അങ്ങനെയുള്ളതാണ്. അത് ഒരു ഡിഫറൻസ്. ഓർണമെന്റ്സ് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഷൂസ് ബ്ലാക്ക് ഷൂസാണ് ഇടുന്നത്. ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഇടാം. നമ്മുടെ നാട്ടിലുണ്ട് ഈ കമ്പനിയുടെ തന്നെ ഇതേ സൈസ് തന്നെ ഇടാം. നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത മറ്റേ നേഴ്സസ് എന്നും പറഞ്ഞിട്ട് ഒരു വൈറ്റ് ഷൂസ്, അത് അതിൻ്റെ അടി മുഴുവൻ ഭയങ്കര ഹാർഡായിരിക്കും. സെയിം തന്നെ ഇടണമെന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഷൂസ് ഇടാം. പക്ഷേ ബ്ലാക്ക് കളർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളതാണ് ബ്രേക്ക് ടൈം. ഞാൻ എപ്പോഴും അവിടെ കണ്ടിരിക്കുന്നത്, നമ്മുടെ വാർഡിനകത്ത് പിള്ളേരൊന്ന് മൂത്രം ഒഴിക്കാൻ പോലുള്ള സമയം അവർക്ക് കിട്ടാറില്ല. വാർഡിനകത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടായിരിക്കും, അത് ഒരിക്കലും അതിനകത്തോട്ട് കയറാൻ പറ്റുന്നതല്ല. കുറച്ചാളെ ഞങ്ങളതൊക്കെ പൂട്ടിയിട്ടു. പക്ഷെ എന്നാലും GDA കുറേ ആൾക്കാരെല്ലാം കയറി അത് വൃത്തിയാക്കിയിടും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്, നഴ്സസ് മാത്രമല്ല, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡോക്ടേഴ്സ്, എന്നാ മൾട്ടി ടീം യൂസ് ചെയ്യുന്ന ടോയ്ലറ്റാണ്. അവരെപ്പോഴും അത് ഫോളോ ചെയ്യുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും. നമുക്ക് ബ്രേക്കിന് മൂത്രം ഒഴിക്കാൻ പോകാനായിട്ട് പിള്ളേർക്ക് നല്ല എല്ലാവർക്കും പറ്റും. അത് നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ മുതൽ ആ ഒരു സ്റ്റാഫിന് ഒരു ശ്വാസം എടുക്കാൻ പോലുള്ള ടൈം അവർക്ക് എടുക്കുകയില്ല. അതുപോലെ തന്നെ 8 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ഒരു മണിക്കൂർ ഒരു ബ്രേക്ക്. 1 മണിക്കൂർ ഒരു പേയ്മെന്റ് ഞാൻ ഓർക്കുന്നില്ല, അത് പെയ്ഡ് ബ്രേക്ക് ആണോ അല്ലയോ എന്നുള്ളത്. ഒരു അരമണിക്കൂർ പോലും ഫുഡ് കഴിക്കാനുള്ള, മിക്കവാറും അവർ രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയാൽ വൈകുന്നേരം 2 മണി വരെ ഡ്യൂട്ടി ഉള്ളൂ. പക്ഷെ അവർ പോകുന്ന എപ്പോഴും 3-3:30-4 മണിയൊക്കെ അവർ ഇത് ചെയ്ത്, അതൊരു 24 അവർ കെയർ ആയിട്ട് ആരും അത് എഗ്രി ചെയ്യുന്നില്ല. നിന്റെ ടൈമിലാണെങ്കിൽ നീ ക്യാനിലിട്ടിട്ട് പോയാൽ മതി. ഒരു പേഷ്യന്റ് ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്ത പേഷ്യന്റ് ഇതെല്ലാം ചെയ്ത് പേഷ്യന്റിനെ റിസീവ് ചെയ്യുന്നു. അവർ ബാക്കിയുള്ള കാര്യം 24 അവർ കെയർ ആണ്. ഒരാൾക്ക് തന്നെ ഒരു പേഷ്യന്റ് കെയർ കൊടുക്കാൻ പറ്റത്തില്ല. നീ അത് ചെയ്തിട്ട് പോയാൽ മതി. ബ്ലഡ് എടുത്തില്ലേ, ഒന്ന് എടുത്തിട്ട് പോയാൽ മതി. അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ നാട്ടിലെ സംസ്കാരം. ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, നീ ചെയ്തില്ല, നെക്സ്റ്റ് ഷിഫ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യും. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. മെയിൻലി ഞാൻ പറയുന്നത് ബ്രേക്ക് ടൈമാണ്. ഇവിടെ 12 hour ഷിഫ്റ്റാണ്. അപ്പം 2 പ്രാവശ്യമായിട്ട് ബ്രേക്ക് ടൈം ഉണ്ട്. ഹാഫ് ആൻ അവർ വെച്ചാണ്, മോർണിംഗ് പിന്നെ ആഫ്റ്റർനൂണും. ടൈം ഡിഫറൻ്റ് ആണ്. നമ്മൾ രാവിലെ ഇനിമേ നമ്മൾ ഫുഡ് ചിലർ കഴിച്ചിട്ട് പോകും, കഴിക്കാതെ പോകും. അല്ലെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ സ്മൂത്തി ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒരു സിപ്പ് എടുത്ത് നമുക്ക് അതിനുള്ളൊരു ഇത് കിട്ടും, എനർജി കിട്ടും. പിന്നെ ബ്രേക്ക് ടൈം 10 തൊട്ടാണ്. 10 തൊട്ട് 10:30 വരെ, 10:30 തൊട്ട് 11 മണി വരെ, അങ്ങനെയൊക്കെയുള്ളതാണ്. അങ്ങനെ ആണ് ബ്രേക്ക് ടൈം. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള 3 മണിക്ക്, 3 മണി തൊട്ട് 3:30 വരെ അങ്ങനെ എടുക്കും. അതാണ് അടുത്ത ബ്രേക്ക് ടൈം. നമ്മുടെ നാട്ടിലാണ് ബ്രേക്ക് ടൈം നീ വെള്ളം കുടിച്ചോന്ന് പോലും ഒരു മനുഷ്യൻ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിള്ളേരോട്. അവരൊത്തിരി സ്ട്രഗിൾഡ് ആണ്. അവര് പറ്റാത്ത കാര്യങ്ങൾ അവരെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഓടി വന്നിട്ട്, വാട്ട് ഈസ് ദ പൊട്ടാസ്യം, വാട്ട് ഈസ് ദ സോഡിയം, യു ഡോണ്ട് നോ എനിത്തിങ്.
അങ്ങനെയൊന്നുമില്ല. അവിടെ കമ്പ്യൂട്ടറുണ്ട്, സിസ്റ്റം ഉണ്ട്, നിനക്ക് ഐഡി ഉണ്ട്, പോയി നോക്കുക, എടുക്കുക, വരിക എന്നുള്ളത്. അപ്പം നമ്മളൊരു ഫയൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, പിടിച്ചു വലിച്ചോണ്ടൊന്നും പോകത്തില്ല. അത് മെഡിക്കൽ നോട്ട്സ് ഡിഫറൻ്റ് ആണ്, നമ്മൾ പേഷ്യൻ്റ് ഇത് ചെയ്യുന്ന ഫയലും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ നോട്ടെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ അവരവിടെ ചെന്ന് നോക്കിയെടുത്തോളും. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. അല്ലാത്തുണ്ടെങ്കിൽ അവർ എഴുതി വെച്ചിട്ട് പോകും. പിന്നെ മെഡിക്കൽ നോട്ട്സ് നമുക്ക് ഡെയിലി അത് നോക്കണം. ബ്രേക്ക് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നൈറ്റിലാണേലും അങ്ങനെ കേട്ടോ, നൈറ്റിൽ 1 hour ബ്രേക്ക് ടൈം ഉണ്ട് ടോട്ടലായിട്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് റിലാക്സ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് പിന്നെ ആ നോട്ട്സിൻ്റെ കാര്യം പറഞ്ഞത്, നമ്മൾ ഒരു നേഴ്സാണ്, നമ്മളൊരു സ്റ്റാഫാണ്, ഒരു മനുഷ്യന് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് നടക്കുന്ന പിള്ളേരെല്ലാം തന്നെ 1 അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളായിരിക്കും. അവരോട് ചെന്നിട്ട് അവരെ ചെന്ന് മൂപ്പിച്ച് വലിയ ആൾ കളിക്കുന്ന വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പൊട്ടാസ്യം എത്രയാ, സോഡിയം എത്രയാ, അത് നിനക്കറിയില്ലേ, ഇങ്ങനെയാണ് കുച്ചിനെ യാത്ത, അങ്ങനെ ഒരു ദിവസമുണ്ട് ഹിന്ദിയിൽ, കുച്ചിനെ യാത്ത ഇസ്കോ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. പിള്ളേർ അതൊരു ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ്. ഞാനൊരു ബേസിക് നഴ്സ്, ഞാനൊരു ഇൻചാർജ് ആയിരുന്നു, പക്ഷേ എനിക്ക് എല്ലാവരോടും ഒരു സിമ്പതി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഡോക്ടേഴ്സ് അവരുടെ കാര്യം വന്ന് നോക്കും, അവരെന്തെങ്കിലും എഴുതാണ്. ഇപ്പം എല്ലാവരും നമുക്കൊരു ഐഫോൺ തരും, എന്നിട്ട് അതിനകത്താണ് നമ്മുടെ പേഷ്യൻസിൻ്റെ, നമുക്ക് ആ ലോഗിൻ ഐഡിയും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്തും പേഷ്യൻസിൻ്റെ മെഡിക്കേഷൻ എല്ലാം വരും, ഡ്യൂ ആയിട്ടുള്ളത് പോപ്പപ്പ് ചെയ്ത് വരും, നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ്. 3 ടൈമിലാണ് മെഡിക്കേഷൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മെഡിക്കേഷൻ കൊടുക്കുന്നത് 3 ടൈമിലാണ്, കറക്റ്റായിട്ടൊന്നും ടൈമില്ല. നമ്മുടെ അവിടെ 7 മണിക്കൊന്ന്, 8 മണിക്കൊന്ന്, 9 മണിക്കൊന്ന്, 10 മണിക്കൊന്ന്, 12, അങ്ങനെയല്ല. മോർണിംഗ്, നൂണ്, ആഫ്റ്റർനൂൺ. അപ്പം ഈ എല്ലാ പേഷ്യൻസിനും ഒരേ നേരത്ത് ഒരു സ്റ്റാഫിന് കൊടുക്കാൻ പറ്റിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. മോർണിംഗ് ടൈമുള്ളത് സമയത്തിന് കറക്റ്റായിട്ട് ടൈമില്ല. നമ്മൾ കൊടുക്കുന്ന ഏത് ടൈമാണോ അത് അതിനകത്തിട്ട് റെക്കോർഡായിട്ട് വരും. അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കേഷൻ ചാർട്ട് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെ മെഡിക്കേഷൻ ചാർട്ടിനകത്ത് നമ്മൾ സൈൻ ഇട്ട് വെക്കും. അങ്ങനെയാണ് വെച്ചേക്കുന്നത്. നീ 2 മിനിറ്റ് വൈകിയല്ലോ, മെഡിക്കേഷൻ ഇത് ടൈം കറക്റ്റ് ഉള്ളതാണ്. അപ്പം ഞാനൊരു പേഷ്യൻ്റ് എടുത്ത് പോയിരിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു പേഷ്യൻ്റ് എമർജൻസി അറ്റൻഡ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ അടുത്തൊരു പേഷ്യൻ്റ് ടോയ്ലറ്റിൽ പോയിരിക്കുമായിരുന്നു, അതെല്ലാം പറഞ്ഞ് അക്സെപ്റ്റബിൾ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ടൈംഡ് മെഡിക്കേഷൻ ഉണ്ട്. ടൈംഡ് മെഡിക്കേഷൻ കറക്റ്റ്, പാർക്കിൻസൺ ഡിസീസിൻ്റെ ഒക്കെ മെഡിക്കേഷൻ എല്ലാം ടൈംഡ് 4th hourലേക്കുള്ളത് കറക്റ്റായിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള IV ആണെങ്കിലും ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു സ്റ്റാഫിന് ഇപ്പോൾ IV ക്യാനിൽ കിട്ടിയില്ല, ആ പേഷ്യൻ്റ് നമുക്ക് നമ്മുടെ ഇൻചാർജിനെ ഇൻഫോം ചെയ്തു, ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയത്തില്ലായിരിക്കും, അവർക്ക് ടൈം ഇല്ലായിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി ഡോക്ടേഴ്സിന് ഇൻഫോം ചെയ്യുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഇടുന്നു. അവർ എപ്പോഴാണ് വരുന്നത് നമുക്കറിയത്തില്ല, അപ്പോൾ വരുന്നു, ഇടുന്നു. അപ്പോൾ അതൊരു ഇതല്ല. അല്ലെങ്കിൽ 2 മണി കൊടുക്കുന്ന ഫിറുസമ്മയുടെ ഇതുവരെ നീ കൊടുത്തില്ലേ, 4 മണിയായാലും എന്താ നിനക്ക് പറ്റാത്ത? എന്നാൽ ആ കൊച്ചിന് കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ അവളെ എന്തായിരുന്നു ചെയ്യുന്നത്? അടുത്തൊരു പേഷ്യൻ്റ് സിക്കായി അങ്ങനെയെല്ലാം പോകുന്നതൊന്നും നമ്മുടെ നാട്ടിൽ ആരും നോക്കാറില്ല എന്നുള്ളൊരു സത്യമാണ് ഉള്ളത്. അവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവരും പേഷ്യൻ്റ് ആണ്, അവർ ഭയങ്കര VIP ആണ്, പിന്നെ ഇൻഷുറൻസ് ഉള്ളതാണ്, അങ്ങനെയൊക്കെയുള്ള ഇത് NHS ആയതുകൊണ്ടായിരിക്കും ഇവിടെ. പക്ഷെ ഇവിടെ ഗവൺമെൻറ് അല്ലാതെ വേറെ ഹോസ്പിറ്റൽ ഇല്ലെന്ന് ഉണ്ട്, പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല. അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കെയർ ഹോമിലൊക്കെ ഡിഫറെൻ്റ് കേട്ടോ, അത് ഭയങ്കര ഓൺ ടൈം, അവരും പേഷ്യൻ്റാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നതല്ല, എനിക്ക് കണ്ടു പഠിക്കുന്ന എനിക്ക് തോന്നിയ ചില ഡിഫറൻസസ് ആണ് ഞാൻ ഇവരോട് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ള സ്റ്റാഫിന് DNAR. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാവരും ഒരു 90-95 വയസ്സായ ആളാണെങ്കിലും ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ചെസ്റ്റ്, റെസ്പിറേറ്ററി അറസ്റ്റ്, കാർഡിയാക് അറസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഉടനെ തന്നെ CPR അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഒരു പേഷ്യൻറ്റിൻ്റെ ആ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് റിക്കവർ ആവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവർ DNR, ഡു നോട്ട് റെസിസ്റ്റ് എന്നുള്ള ഇതിലായിട്ട് ഇടും. അത് ചിലപ്പോൾ ഒരു 70-80 ഇയേഴ്സ് കഴിഞ്ഞായിരിക്കും. അത് പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചും പേഷ്യൻ്റെ ഡിസീസ് അനുസരിച്ചുമാണ്. ചിലപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാകുമ്പോൾ എന്നിട്ട് അതിന് DNAR ഫോം ഉണ്ട്. അതിനകത്ത് ഒന്നുമല്ലെങ്കിൽ പേഷ്യൻ്റ് അറിയുന്നതാണെങ്കിൽ, പേഷ്യൻ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് തന്നെ സൈൻ ചെയ്യും, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അറ്റൻഡർ, നെക്സ്റ്റ് ഓഫ് കിൻ ആരാണോ അവർ ഒന്ന് സൈൻ ചെയ്ത് തരും. അപ്പം എന്നിട്ട് ഒരു റെഡ് ഫോം ഉണ്ട്, അത് നമ്മൾ എടുത്തു വയ്ക്കും. അല്ലാതെ നമ്മുടെ നാട്ടിലേക്കാണ് 95 കഴിഞ്ഞ ഒരു അപ്പച്ചൻ മരിച്ചിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ICU അടിച്ചു പൊളിച്ചു. അങ്ങനെ പിന്നെ അസഹിഷ്ണുതമായ മനുഷ്യരെ
അല്ല ഇവിടെ. അവർ അക്സെപ്റ്റബിൾ ആണ് എല്ലാ കാര്യങ്ങൾക്കും. അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം. ഒരു 80 വയസ്സ് 85 വയസ്സ് അവർക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ല, അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നു, ബോധമില്ലാതെ കിടക്കുന്നു, അവർക്ക് അവരുടെ ഡ്യൂട്ടി കേപ്പബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചുമ്മാ CPR കൊടുത്ത് 2-3 ദിവസം വെന്റിലേറ്ററിൽ ഇട്ട്, 2-3 ദിവസം ഒന്നുമല്ല, ഒത്തിരി ദിവസം തന്നെ വെന്റിലേറ്ററിൽ ഇട്ട്, പിന്നെ അതിന് സ്കിന്നെല്ലാം പീൽ ചെയ്ത് അങ്ങനെ അവസ്ഥേനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ലെറ്റ് ദം ഗോ പീസ്ഫുള്ളി. അതാ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് DNS CPR. അപ്പം നമ്മുടെ എൻഡ് ഓഫ് ലൈഫിലാണ് ഈ പേഷ്യൻസിന്, എൻഡ് ഓഫ് ലൈഫിൽ നമുക്ക് പാലിയേറ്റീവ് ക്ലാസ് എടുക്കുന്നുണ്ട്. നമുക്ക് അത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഡ് ഓഫ് ലൈഫിൽ പേഷ്യൻസിന് വിശപ്പും ദാഹവും ഒന്നുമില്ല, അവർക്ക് സെൻസറി റിസപ്റ്റൻസ് കുറവാണ്. അങ്ങനെ അപ്പം നമുക്ക് ആകെ അവർക്ക് കേൾക്കാൻ ഉള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കാമൻ ക്വയറ്റായിട്ട് സംസാരിക്കുക, അവർക്ക് പെയിൻ ഫ്രീ ആക്കുക എന്നുള്ളതാണ് മെയിൻലി കാര്യങ്ങൾ. പെയിൻ ഫ്രീ ആക്കി വിടുക. അത് ചില പേഷ്യൻസിന് IV ഫ്ലൂയിഡ് കൊടുക്കും. ചിലർക്ക് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വരണ്ട, നമുക്ക് സങ്കടം തോന്നും അത് കണ്ടാൽ, ഉണങ്ങി വരണ്ടെങ്കിൽ അത് മൗത്ത് കെയർ, നല്ലതായിട്ട് മൗത്ത് കെയർ കൊടുക്കുക. പിന്നെ ആൻറ്റിസിപ്പേറ്ററി മെഡിക്കേഷൻസ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ സബ് കട്ട് ലൈനിൽ കൂടെ ഇൻഫ്യൂഷൻ കൊടുക്കുന്നത്? ഞാനിവിടെ ആദ്യമായിട്ട് കണ്ടത് കേട്ടോ. അതിനകത്ത് മോർഫിൻ, ഓക്സിക്കോഡോണ്, പിന്നെന്താ നമ്മുടെ ഹയോസിന്, ഇതെല്ലാം സിറിഞ്ച് ഡ്രൈവറിൽ കൂടെ സ്ലോ ആയിട്ട് സബ് കട്ട് നീഡിൽ, അതിനൊരു ബട്ടർഫ്ലൈ തരുന്നുണ്ട്, അതിട്ടിട്ട് കൊടുക്കും. ഞാൻ ആദ്യമായിട്ട് എനിക്ക് വളരെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ പേഷ്യൻറ്റിന് ആ സിറിഞ്ച് ഡ്രൈവർ 24 അവർ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പേഷ്യൻസിന് പെയിൻ ഫ്രീ ആയിട്ടിരിക്കും. അതാണ് അതിൻ്റെ ഇത്. പിന്നെ നമ്മൾ പൊസിഷൻ ചെയ്ത് കൊടുക്കുക, കത്തിയിട്ട് ഇട്ട് കൊടുക്കും. ഫീഡൊന്നും ഇനി പേഷ്യൻ്റ് എടുക്കത്തില്ല, അൺകോൺഷ്യസ് ആയിട്ടിരിക്കും, അങ്ങനെയൊക്കെ. അതൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് DNAR, എൻഡ് ഓഫ് ലൈഫ്, പാലിയേറ്റീവ്, അങ്ങനെയുള്ളത്. പിന്നെ ആ പേഷ്യൻസിൻ്റെ മിക്ക പേഷ്യൻസും അവരെ തന്നെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യം. നമ്മുടെ നാട്ടിലാണെങ്കിൽ മരിക്കാറായി കിടന്ന് ചില പേഷ്യൻസിൻ്റെ ഫാമിലിയോടെ വന്നിരിക്കും, അവരോട് വന്നിരിക്കും, അങ്ങനെ ആരും ഉണ്ടായിരിക്കത്തില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിലർ റിലീജിയസ് ആണ്, ചിലർ റിലീജിയസ് അല്ല. നമ്മുടെ ആൾക്കാർ ചിലർ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും, ചിലർ പ്രാർത്ഥിക്കും, ചിലർ നാമം ജപം ഉരുവിടും. ഇസ്ലാമിക് ആണെങ്കിൽ അവരുടേതായ രീതിയിൽ പ്രെയറൊക്കെ ചെല്ലും, ഫാമിലി എല്ലാം അടുത്തിരിക്കും. ഇത് പേഷ്യൻ്റ് തന്നെ കിടക്കുന്നതാണ് നമുക്ക് സങ്കടം തോന്നുമ്പോൾ. അവർ മരിച്ചു കഴിഞ്ഞിട്ടാണേലും അതിനൊരു ഡിഫറൻ്റ് ആണ് ഇവിടെ. മരിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കാര്യം. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാണ് ഡ്യൂട്ടി നേഴ്സ്, അവരാണ് അവരുടെ ഫാമിലിയെ വിളിച്ച് ഇൻഫോം ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മുടെ നാട്ടിലാണ് ഡോക്ടേഴ്സാണ് ഡെത്ത് ഡിക്ലെയർ ചെയ്ത് ഫാമിലിയോട് ഇൻഫോം ചെയ്യുന്നത്. ഇവിടെ അങ്ങനല്ല. നമ്മളാണ് പറയുന്ന പേഷ്യൻ്റ് ബ്രീത്തിങ് പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്, നിങ്ങൾ വേഗം വരുവാണെങ്കിൽ നല്ലതായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ നമ്മൾ വിളിച്ച് പറയുന്നു, പേഷ്യൻ്റ് ഫാമിലി വരുന്നു, അവരെ നമ്മളൊന്ന് സാന്ത്വനിപ്പിക്കുക, അങ്ങനെയുള്ള. നമ്മുടെ നാട്ടിന് കൂട്ടക്കരച്ചിലും അലർച്ചയും എല്ലാം ഉണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും വളരെ സൈലൻ്റ് ആണ്, അവരവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. മരിച്ചതിന് ശേഷം എന്താ ചെയ്യണമെന്ന് അറിയാമോ? ബിറീവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, ബിറീവ്മെന്റ്. അതിനകത്ത് ഫുള്ള് ഓരോ പ്ലേസസിൽ അത് ഡിഫറെൻ്റ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു പോകുന്ന ആൾക്കാർ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും നെക്സ്റ്റ് ഓഫ് കിൻ നമ്പറും എല്ലാം അതിനകത്ത് നമ്മൾ എഴുതി കൊടുക്കും. അത് ഫാമിലിക്ക് നമ്മൾ കൊടുക്കും, ഫാമിലി അത് ഫില്ലപ്പ് ചെയ്യും, എന്നിട്ട് അത് അവരെ വിളിച്ച് പറയും. ബിറീവ്മെന്റ് അതിനകത്തൊരു നമ്പറുണ്ട്, അതിനകത്ത് അവരെ വിളിച്ച് പറയും. അപ്പോൾ അവർ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. മേ ബി ആഫ്റ്റർ 2-3 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫ്യൂണറലിന് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. പ്ലാൻ ചെയ്യും അവർ. സെമിത്തേരിയാണ് ഇവിടെ ഉള്ളത്. അത് ചർച്ചിൽ കൊണ്ട് വെക്കത്തില്ല, ചിലരുടെ മാത്രമേ വെക്കത്തില്ല. ചിലരുടെ വീട്ടിലും കേട്ടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, അത് ഞാൻ അറിയത്തില്ല. അങ്ങനെ കൊണ്ട് സെമിത്തേരിയിൽ തന്നെ ഒരു ഹോളുണ്ട്, അവിടെ പൊതുദർശനത്തിന് വയ്ക്കും, ആൾക്കാരെല്ലാം വരും, അവർ കാണും, ആദരാഞ്ജലികൾ അർപ്പിക്കും, അങ്ങനെ പോകും. എനിക്ക് സംശയം സംശയമല്ല, എനിക്കൊരു വണ്ടർഫുൾ ആയി തോന്നിയൊരു കാര്യം, ഞങ്ങളുടെ ഒരു പേഷ്യൻ്റ്, ഒരമ്മച്ചി അമ്മൂമ്മയായിരുന്നു, അത് മരിച്ചു. പണ്ട് ഞങ്ങൾ പഴയ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവർ മരിച്ചു. ഞാൻ ഒരു നമ്മുടെ ഹെൽത്ത് കെയർ അല്ലായിരുന്നു, ഡൊമസ്റ്റിക് വർക്കർ, നമ്മുടെ ക്ലീനിങ് ക്യാൻറ്റീനിൽ ഫുഡെല്ലാം കൊടുക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു കേട്ടോ. അതിൻ്റെ മോള് വേറെ ആ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മച്ചി മരിച്ചു പിറ്റേ ദിവസം. അപ്പം ഞാൻ വൈകിട്ട് എൻ്റെ വീട്ടിൽ നടക്കാൻ പോയപ്പോൾ ഈ അമ്മച്ചീനെ അവിടെ നിൽക്കുന്നത് കണ്ടു കേട്ടോ. ആ അമ്മച്ചി നിൽക്കുന്നതല്ല, അമ്മച്ചി യൂണിഫോമിൽ തിരിച്ചു വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ, നിൻ്റെ
മരിച്ചു പോയല്ലേ, ഓ മൈ ലവ്ലി ഗേൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, നീ എവിടെ പോയതാ? എനിക്കൊന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരിക. അമ്മയുടെ അടക്ക് ഇപ്പം അടുത്ത ആഴ്ച അവർ സെറ്റ് ചെയ്തേക്കുന്നത്. എൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ വരാണ്ട്. എനിക്ക് ഇനി ആഴ്ച 2 ദിവസം കൊണ്ട് ഡ്യൂട്ടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ ഇമോഷണലി കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണോ അതോ അവര് എനിക്കറിയത്തില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അമ്മച്ചി കരയൊക്കെ ചെയ്തു, പക്ഷെ ഡ്യൂട്ടിക്ക് പോയി, അങ്ങനെയൊക്കെയുള്ള ഒരിത്. അപ്പൊ അതെനിക്കത് ഭയങ്കര വിഷമായിട്ട് തോന്നിയില്ല, ഡിഫറെന്റ് ആയിട്ട് തോന്നി. അമ്മ മരിച്ചു, മോർച്ചറിയിലേക്ക്, എനിക്ക് 2 ദിവസം ഡ്യൂട്ടി ഉണ്ട്, ഞാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ. അത് കണക്ഷൻസ് നമ്മുടെ നാട്ടിലെ പോലെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ ബന്ധങ്ങളെല്ലാം നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടല്ലേ നമ്മുടെ ബന്ധങ്ങൾ, ഇവർക്കും പ്രിയപ്പെട്ടാണ്. പക്ഷെ അവരുടെ കാര്യം എന്താണെന്നറിയാം, അവർ 17 വയസ്സാകുമ്പം വീട്ടിൽ നിന്ന് ഡിറ്റാച്ച് ആകും. അതിനുശേഷം അവർക്ക് അവരുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് പോകും, അവർ കല്യാണം കഴിക്കും, അവർക്ക് പിള്ളേരുണ്ടാകും. പിന്നെ വിസിറ്റേഴ്സ് ആണ് അവർ വീട്ടിൽ. കുറച്ച് നാൾ കഴിയുമ്പോഴേ അവർ ജോലി ചെയ്ത് അവരുടെ വീടെല്ലാം സമ്പാദിച്ച് അവരെല്ലാം അവരുടേതായ രീതിയിലോട്ട് മാറും. അങ്ങനെ അപ്പൊ മിക്കവാറും തന്നെ പേരൻസ് ഒക്കെ ഇവിടെ തന്നെയായിരിക്കും താമസിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ തന്നെയായിരിക്കും. പിന്നെ അവർക്കൊരു പട്ടിക്കുഞ്ഞോ ഇതെന്തെങ്കിലും ഉണ്ടായിരിക്കും. അവർക്ക് പറ്റുന്നിടത്തോളം കാലം അവർ ജോലി ചെയ്യും, അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യും, ആ പെറ്റിനെയൊക്കെ വളർത്തി ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ പണ്ടൊരു ജോലി ചെയ്തിട്ടുണ്ടെന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അടിവാരത്തിലായിരുന്നു ഞങ്ങളുടെ കടയൊക്കെ പോകാനായിട്ട്. അപ്പൊ അവിടെ വലിയ ടാക്സി ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ടൂടെ നടന്ന് പോകുമ്പോൾ ഓരോ വീട്ടിലും പോകുമ്പോൾ വിൻഡോയുടെ അവിടെ പട്ടിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമ്മൾ ഡിപ്രഷൻ മാറാനായിട്ട് പട്ടീനെ വിടുന്നു, പട്ടി അതിനേക്കാളും വലിയ ഡിപ്രഷൻ ഇരിക്കുന്ന കാണാറുണ്ട്. എനിക്കത് തോന്നാറുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയായി, പേരക്കുട്ടിയായി, മക്കളായി എല്ലാവരും വീട്ടിലൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ ആ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് നമ്മുടെ സ്ത്രീകളോ ബോയ്സ് മെൻസോ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, അതോ അവർ ഇല്ലാത്തതുകൊണ്ടാണോ, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണോ എനിക്കറിയത്തില്ല. അതൊരു വലിയ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും പിന്നെയും പേരൻസ് എല്ലാം തനിയായി, നമ്മളെ പോലെയുള്ളവരെല്ലാം നാട് വിട്ടു പോരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നി കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കാണണം കേട്ടോ, അത് ഫുള്ള് കാണുക. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുത്തെ വീടുകള്, ഇവിടുത്തെ വില്ലേജസ്, അതെല്ലാം അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ, ഞാൻ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത്, നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ചില മനുഷ്യർക്കൊന്നും ഇവിടെ വരുന്ന കാണാനോ അല്ലെങ്കിൽ അത് അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനോ കഴിയത്തില്ല. നമ്മുടെ പേരൻസിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് ഓടിപ്പോയി. എൻ്റെ പേരൻസൊക്കെ വന്നു കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ അവർ തന്നെ ഡിപ്രഷനിലോട്ട് പോകുന്നില്ലേ, അവർ ഓടി ഇവിടുന്ന് പോകുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് ജോലി ഉള്ളതുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ വീടിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു പുറത്തൊന്നും ഇറങ്ങി ഒരു ചായ കുടിക്കാൻ ഒരു ചായക്കടയൊന്നും ഇല്ല. അതൊക്കെ ഇച്ചിരി ദൂരം അങ്ങ് പോകണം. അവർ ടൗൺ സെന്റർ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഉള്ളത്. നമുക്ക് നല്ലൊരു മനോഹരമായ ഒരു സീനറി കണ്ടു, അവിടെ നമുക്കൊന്ന് കാറ് നിർത്താൻ പറ്റത്തില്ല. അവിടെ എല്ലാം റോഡ്സിന് ലൈൻസ് ഉണ്ട്, അതിന് റൂൾസ് ഉണ്ട്, വലിയ വലിയ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ചില നെഗറ്റീവ് അല്ലാതെ ഒരു തരത്തിൽ പോസിറ്റീവാണ്, ചില തരത്തിൽ നെഗറ്റീവാണ്, അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പം നാട്ടിലുള്ളവർ, ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവർ, അങ്ങനെയുള്ളവരെല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അടുത്ത ദിവസം ഞാൻ വീഡിയോ ഇടുന്നത് വ്യൂസ് ആയിട്ട്, ഇവിടുത്തെ ഹോംസ്, ഇവിടുത്തെ റോഡ്, അങ്ങനെയുള്ളതൊക്കെ ഇടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയത്തില്ല, എൻ്റെ ഡ്യൂട്ടിയൊക്കെ അനുസരിച്ച് നമുക്ക് ഇടയ്ക്കിടാം. ഇഷ്ടമുള്ളവർ ഇത് ഫുള്ളായിട്ട് കാണണം. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാനത്